ആർളം ഗ്രാമപഞ്ചായത്തില് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ്. നമുക്കറിയാം, നമ്മുടെ അതിർത്തിയോട് കിടക്കുന്ന പ്രദേശമായ വാളത്തോട്, നീലായി, ചതിരൂര്, അതുപോലെ ആർളം ഫാം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏറ്റവും രൂക്ഷതയോടുകൂടി തന്നെയാണ് കാട്ടാനയുടെ വിളയാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെടിക്കുളം, കൊക്കോട്, അമ്പലക്കണ്ടി, പറമ്പത്തെക്കണ്ടി, പോതിയോട് മുക്ക്, ആറളം തുടങ്ങിയ മേഖലകളിലും ആനയുടെ ശല്യം വളരെ ജനങ്ങൾക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ള ഒരു ജീവിതങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രയാസങ്ങൾ രാത്രി സമയങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആർളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മോഴയാന ഏത് സമയത്തും ജനങ്ങൾക്ക് അപകട ഭീഷണി വരുത്തി വെക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ RRTയുടെ വാഹനങ്ങൾ ഉൾപ്പെടെ 1-2-3 പ്രാവശ്യമായി ഈ തൊട്ടടുത്ത ദിവസം പോലും വണ്ടിയെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മോഴയാന, അതുപോലെ കല്ലേരിക്കൊമ്പൻ തുടങ്ങിയ ആനയെ മയക്കുവെടി വെച്ചുകൊണ്ട് കടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്റ്റർക്ക് പഞ്ചായത്ത് മുഖേന തന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ നേരിട്ട് വനംവകുപ്പ് മിനിസ്റ്റർ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് ഉന്നയിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പേരാവൂർ നിയോജക മണ്ഡലം MLAയും അതുപോലെ കേരള വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുടെ മുമ്പിലും ഈ പ്രശ്നങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട്. അവരൊക്കെ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ആനയുടെ വിളയാട്ടം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് നീലായി, ചതിരൂര്, വാളത്തോട് മേഖലയിൽ അവരുടെ കൃഷിയിടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 4.5 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിങ് നടത്തുവാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ജനകീയമായ കമ്മിറ്റികൾ വിളിച്ചു ചേർത്തുകൊണ്ട് കൊക്കോട്, പറമ്പത്തക്കണ്ടി മേഖലകളിൽ 2.5 കിലോമീറ്റർ ദൂരത്തോളം ജനകീയ പങ്കാളിത്തത്തോടു കൂടി തന്നെ ഫെൻസിങ് വൃത്തിയാക്കുകയും അതുപോലെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അതിന്റെ മെയിൻ്റെനൻസ് നടത്തുകയും ചെയ്ത് അത് ചാർജ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്ക് ആറളം അതുപോലെ പറമ്പത്തക്കണ്ടിയിൽ 1.5 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഏകദേശം വരുന്ന ഒരു പ്രദേശങ്ങൾ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു വേലിയില്ലാത്തത്. അതും ഇന്ന് അടിയന്തരമായി 4 മണിക്ക് അതിൻ്റെ ജനീയ കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് അതിന് വേണ്ട നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ആർളം പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും തന്നെ ആനശല്യം വളരെ രൂക്ഷമാണ്. ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥ ആൾക്കാരുടെ, വാച്ചർമാരുടെ എണ്ണമൊക്കെ വളരെ വിരളമാണ്. അതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ വാച്ചർമാരുടെ നിയമനം എത്രയും പെട്ടെന്ന് കുറച്ചും കൂടി ഉദ്യോഗസ്ഥന്മാരുടെ സ്ട്രെങ്ത് കൂടുതൽ ഇട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്രയേറെ വിഷമങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജനങ്ങളുടെ കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുമുണ്ട്. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുമുണ്ട്. വനംവകുപ്പ് മിനിസ്റ്റർ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ DFO അടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാരുടെ അടിയന്തര യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടറിൽ കൂടിയിരുന്നു. അതിന്റെ നടപടിക്രമമെന്നോണം അതിലിന്റെ പണി അന്വേഷിക്കുവാനും അതുപോലെ മോണിറ്ററിംഗ് നടത്തുവാനും ഒക്കെ വിവിധ തരത്തിലുള്ള വിവിധ ഉദ്യോഗസ്ഥന്മാർ ആർളം ഫാം സന്ദർശിച്ച് അത് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായൊക്കെ തന്നെ വളരെ അടിയന്തരമായി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ ശ്രദ്ധ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന തലത്തിലേക്ക് കൊടുക്കുന്നതായിരിക്കും. ആർളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മലയോര മേഖലയാണ്. അപ്പോൾ ആ മലയോര മേഖലയിലെ കർഷകർക്ക് ഈ കൃഷി ചെയ്ത് മാത്രം ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ്.
വളരെയേറെ കഷ്ടതകൾ നമുക്ക് ആന വന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അവരുടെ കൃഷിയിടങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ വളരെയേറെ സങ്കടകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ നട്ടു വളർത്തി മക്കളെ നോക്കുന്നത് പോലെ കൃഷിയിടങ്ങൾ പരിപാലിക്കുന്ന ഓരോ കൃഷിക്കാരൻ്റെയും കൃഷിയിടങ്ങൾ നശിപ്പിച്ചത് കാണുമ്പോൾ വളരെയേറെ ദുഃഖകരമായ കാര്യമാണ്. അത് കാണുമ്പോൾ അവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ കൃഷിയെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചത് കാണുമ്പോൾ വളരെയേറെ ഖേദമുണ്ട്, സങ്കടകരമാണ്. ഇതിനൊക്കെ വേണ്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് കൊടുക്കാനുള്ള കൃഷി നശിച്ച അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായും ആ ഒരു കൃത്യനിർവഹണം നടത്തുന്നതിന് വേണ്ടി അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടാതെ വരികയാണെങ്കിൽ അതൊക്കെ കൃഷിക്കാർക്ക് സമയബന്ധിതമായിട്ട് തന്നെ കൊടുക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പഞ്ചായത്ത് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് കൃഷി നശിച്ച കൃഷിക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു അദാലത്തുകൾ വെച്ചുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ട നടപടി, ഏതൊക്കെ ആനുകൂല്യങ്ങളാണ് ഇവർക്ക് കിട്ടാൻ ഇനി ബാക്കിയുള്ളത്, എത്ര വർഷമായിട്ടാണ് ഇത് കിട്ടാത്തത് ഉള്ളത് എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു അദാലത്ത് നടത്തിക്കൊണ്ട് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. കൃഷിക്കാർക്ക് ഏറ്റവും വളരെ ദുഷ്കരമായി തന്നെയാണ് അവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു കാണുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അവരുടെ കൃഷിയിടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയേറെ കൃഷികളാണ് ഓരോ ദിവസവും അവർ ഊണും ഉറക്കമില്ലാതെ അത് സംരക്ഷിക്കുന്നുണ്ട് എങ്കിലും, ആനയെ ഓടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവരുടെ മുഴുവൻ കൃഷിയിടങ്ങളും നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.